ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ്സ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോക്ക് മാക്സിമം ലൈക്ക് തരാനും അതേപോലെ തന്നെ ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫർമേറ്റീവ് ആവും. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ അറിയിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മണിക്കൂറിന് നിങ്ങൾക്ക് വീട്ടു ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 400 രൂപ ഉണ്ടാക്കുക അത്രേ. അതും വീട്ടു ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുമെന്ന് വേണ്ട. നിങ്ങൾ ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീഡിയോ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 400 രൂപ മണിക്കൂറിന് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ച പോലെ ഇൻവെന്റ് മണി AI എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ആൾറെഡി തന്നെ ഇവർക്കൊരു ടോക്കൺ ഉണ്ട് ഇൻവെന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും അവൈലബിൾ ആവില്ല. റിയാലിറ്റിയും കൂടി ഞാൻ പറയാം. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ആൾറെഡി അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്തത്? നേരത്തെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള പെട്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ടെലിഗ്രാം ചാനൽ ഒന്ന് നിങ്ങൾ ജോയിൻ ആവുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും ഇതിൽ ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഏൺ ചെയ്യാൻ പറ്റും. ഇവരൊരു ടോക്കൺ ഇല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൾറെഡി പണ്ട് തൊട്ടേ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റും പേ ഔട്ട് കൊടുക്കുന്നത് സോഷ്യൽ ടാസ്ക് അങ്ങനെയുള്ളതൊക്കെ പേ ഔട്ട് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ AI ജോബിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ഏതൊരു ജോലി ആയിക്കോട്ടെ, കുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മോങ്ങളോ സംസാരിക്കാനോ സ്കില്ലോ ഒന്നും വേണ്ട. നിങ്ങൾ കുക്ക് ചെയ്യുന്നത് 2 കൈ വെച്ച് വീഡിയോ എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപ മണിക്കൂറിന് കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഞാൻ എന്തായാലും പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ പൈ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഒരു മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈ കോയിൻ ഏൺ ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ഒരു സബ് കോയിൻ ആയിട്ടുള്ള SPY ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അത്രേ തീർച്ചയായും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടെലിഗ്രാം ചാനലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇൻവെന്റ് മണി AI ആപ്പിലേക്കാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആൾറെഡി തന്നെ നമ്മളിവിടെ ടോക്കൺ എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മൈൻ ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ 157.47 ഇൻവെന്റ് ടോക്കൺ നമുക്ക് ആൾറെഡി ഇവിടെ ഞാൻ മൈൻ ചെയ്യുന്നു. ഇനി നമുക്കുള്ള ഡെയിലി സ്ട്രീക്ക്, സോഷ്യൽ ടാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഇപ്പോഴും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടോക്കൺ ഏൺ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കൺവേർട്ടഡ് ആയിട്ട് വാലറ്റിലേക്ക് കിട്ടും. ആ വാലറ്റിലേക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ എത്രത്തോളം വാല്യൂ ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഒരു റിവാർഡൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആൾറെഡി തന്നെ നമുക്ക് ഇവിടെ ഒരു AI ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഞാൻ ആൾറെഡി അപ്ലൈ ചെയ്ത കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെ ഫൈൻഡ് എ ജോബ് ഇല്ലെങ്കിൽ അപ്ലൈ ജോബ് എന്നുണ്ടാവും, ഇല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ആ ഒരു രീതി കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൽ ID ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൊടുത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ഗെറ്റ് പെയ്ഡ് ടു റെക്കോർഡ് എ ഹൗസ് ഹോൾഡ് തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ജോബ് അവൈലബിൾ ആയിട്ടുണ്ട്. പെർ അവർ അവർ നമുക്ക് $4 തരുന്നത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫിലിം യുവർ സെൽഫ് ഡൂയിങ് റിയൽ ഹൗസ് ഹോൾഡ് വർക്ക് ഫ്രം യുവർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഏൺ $4 ഫോർ എവരി അക്സെപ്റ്റഡ് അവർ ഓഫ് എ ഫുട്ടേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളായിക്കോട്ടെ അത് നിങ്ങൾക്ക് ഇവിടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറിന് ഇവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ ഇവർ അത് നോക്കി വെരിഫൈ ചെയ്ത് ഇവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും $4 ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒറ്റ മണിക്കൂറായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നല്ല. 5 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് ഇല്ലെങ്കിൽ മോർ ദാൻ 1 അവർ അങ്ങനെയായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ യൂസ് ആൻഡ് അപ്രൂവ്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. iPhone 11 എന്നുള്ളൊരു കാര്യം, അതേപോലെ തന്നെ Galaxy 21 എന്നുള്ളൊരു കാര്യം, അതേപോലെ തന്നെ Pixel 6n എന്നുള്ള കാര്യങ്ങളൊക്കെ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഏതൊരു രീതിയിലും ഇല്ലെങ്കിൽ ഒരു ഐഫോണും നല്ലൊരു ക്യാമറ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഹെഡ് മൗണ്ട് ഓർ സ്ട്രാപ്പ് ഓൺ ഹാൻഡ്സ് ഫ്രീ റെക്കോർഡിംഗ് ആണ് എന്നുള്ളൊരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. 2 കൈയും നമുക്ക് അവിടെ എന്ത് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത് അത് കാണണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇവർ AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ AI ജോബ് ഇല്ലെങ്കിൽ AIനെ ട്രെയിൻ ചെയ്യാനാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ, നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു AI ഇമേജ് ജനറേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ AI എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ കമ്പനിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏത് കുക്കറിലാണ് നിങ്ങൾ വെക്കുന്നത്, ഏതൊക്കെയാണ് അതിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇവർക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കൈ മാത്രമാണ് കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുഖം കൂടി കാണിക്കേണ്ട, സംസാരിക്കേണ്ട എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ട്രാപ്പ് ദ ഫോൺ ടു യുവർ ഫോർഹെഡ് സൈഡ് വേ ലാൻഡ്സ്കേപ്പ് ദെൻ ദ ലെൻസ് ഫേസിങ് ഫോർവേഡ്. അപ്പോൾ നമ്മുടെ മണ്ടയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ ടോർച്ച് ലൈറ്റ് അടിക്കില്ലേ, അതേപോലെ തന്നെ ഫോൺ അവിടെ വെച്ചിട്ട് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ 2 കൈയും വെച്ചിട്ട് ഫോർവേഡ് ആയിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ക്യാമറ സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 1080 മെഗാപിക്സലോ അല്ലെങ്കിൽ FPS-ലൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. വൈഡ്ലെസ് ലെൻസ് യു ഹാവ് ഇഫ് യുവർ ഫോൺ ഹാസ് ഇത്രത്തോളം ലെൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യും പറഞ്ഞിട്ടുണ്ട്, റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ഇറ്റ് ഫസ്റ്റ്
record 10 seconds and watch it back. You should see both hand the area you are working and your feet when you smell. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ലോണ്ടറി നിങ്ങൾക്ക് കൊടുക്കാം, വാഷിങ് കൊടുക്കാം, ഹാങ്ങിങ് കൊടുക്കാം, ഓർ ഫോൾഡിങ് ക്ലോത്ത്, തുണി മടക്കുന്നത് കൊടുക്കാം, കുക്കിംഗ് കൊടുക്കാം, പ്രിപ്പയറിങ് ഫുഡ് ചെയ്യുന്നത് കൊടുക്കാം, ഇല്ലെങ്കിൽ കിച്ചണിൽ ക്ലീനപ്പ്, ഡിഷ്, കൗണ്ടർ, പുട്ടിങ് തിങ്സ് അത് കൊടുക്കാം, ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് കൊടുക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുന്നത് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഷെൽഫ് ക്ലീൻ ചെയ്യുന്നത് കൊടുക്കാം, സ്റ്റോറേജ്, അതേപോലെ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും റിപ്പയർ വന്നാൽ അത് റിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കാം, പാക്കിങ് കൊടുക്കാം, അൺപാക്കിങ് കൊടുക്കാം, ബാഗ്സ് കൊടുക്കാം, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത്, എന്താണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ലോങ് ഐഡിയൽ പോസ്, ഒരുപാട് നേരം പോസ് ചെയ്ത് വെക്കരുത്. അതേപോലെ തന്നെ സ്റ്റേജ്, പ്രിട്ടൻഡ് വർക്ക്, നിങ്ങൾ ഫേക്കായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ കാണിക്കരുത്. അതേപോലെ തന്നെ ഇപ്പോൾ ഡ്രൈവിംഗ് ഒന്നും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് പേഴ്സണൽ ഡോക്യുമെൻറ്റ്, പ്രൈവറ്റ് ഇൻഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എത്രയും നല്ല തന്നെയല്ലേ, നല്ല രീതിയിലാണ് അവർ പറഞ്ഞിട്ട്. അപ്പോൾ എനിത്തിങ് അൺസേഫ് ഇതിൽ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവ് ആവില്ല. അപ്പോൾ അവരോട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ട് കൈയും ഇവിടെ കാണുന്നുണ്ട്, ലാൻഡ്സ്കേപ്പിലാണ്, ഈ ഒരു രീതിയിലാണ് വീഡിയോ കാണുന്നത്, ആ ഒരു രീതിയിൽ വീഡിയോയും വർക്ക് ചെയ്യുന്നതും. അതേപോലെ തന്നെ ഷേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ അപ് ടു 25 GB വരെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 മിനിറ്റ് വീഡിയോ എങ്കിലും നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. 3 മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ 3 മിനിറ്റിനെങ്കിലും ആയിരിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കൊക്കെ ഈ ജോബ് ഇവിടെ അവൈലബിൾ ആണോ അവരൊക്കെ പെട്ടെന്ന് കയറിയിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, പൈസ ഉണ്ടാക്കാൻ നോക്കുക. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു പൈ നെറ്റ്വർക്കിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഇല്ലെങ്കിൽ ഒരു സ്റ്റീഫൻ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം ഇതിൽ നടക്കുന്നുണ്ടോ, ആൾറെഡി തന്നെ നല്ല ഹൈപ്പിൽ പോകുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരുപാട് യൂസേഴ്സായി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ തന്നെ കയറിയിട്ട് ഇതിൽ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം 100 സ്റ്റെപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പെർസെൻറ്റേജ് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ആൾറെഡി തന്നെ ഇവിടുത്തെ ടാസ്കും കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ ഒരു പൈയും 1.45 പൈ നമുക്കിവിടെ ഏൺ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ തൊട്ട് നടുവിൽ അമത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറൻറ്റ് ലൊക്കേഷൻ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് ഡെയിലി 100 സ്റ്റെപ്പ് എന്താണ് ഇവിടെ നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ എൻ്റെ ഡെയിലി ഗോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 100 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് സ്നീക്കർ, ഈ ഒരു പൈസ കൊടുത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ആൾറെഡി ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ടാസ്കുകൾ മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പൈ കോയിൻ മാത്രമല്ല, ഇവിടെ എസ്പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കണും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഇത് എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാക്ക് ഏൺ റിപ്പീറ്റ് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടെ ടാസ്ക് സെക്ഷനിൽ വരിക, ഒരുപാട് ടാസ്ക് ഇവിടെ ആൾറെഡി സോഷ്യൽ ടാസ്ക് കിടക്കുന്നുണ്ടാവും. ആ ടാസ്ക് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ആൾറെഡി ഇന്നലെ എല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്, ആകെ ഇനി 2 മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഡെയിലി വാക്കിൽ ഇവിടെ 1 കിലോമീറ്റർ എങ്കിലും നിങ്ങൾ നടന്നു എന്നതിൽ ബോധ്യപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 പൈ അവിടെ നിന്ന് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം 1000 സ്റ്റെപ്പ് ഇങ്ങനെ നടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 1.25 പൈ അങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഡെയിലി ടാസ്ക്കാണ്. നിങ്ങൾക്ക് ഡെയിലി ഇവിടെ നിന്ന് 2.5 പൈ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ നേരെ വാലറ്റ് സെക്ഷനിലേക്ക് വരിക. നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് സെക്ഷനിലേക്ക് വന്നു പറഞ്ഞാൽ ഒരു പിൻ കോഡ് സെറ്റ് ചെയ്യാൻ വരും. ആ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ കൊടുത്തു എന്ന് പറഞ്ഞാൽ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 15 പൈ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 15 പൈ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ 15 പൈ കിട്ടും. ഒരു പൈ എന്താണ് 7 രൂപയാണ്. 10 ദിവസമായി എന്ന് പറഞ്ഞാൽ അത് 700 രൂപയാണ്. അപ്പോൾ 15 ദിവസമായി എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. അപ്പോൾ നല്ലൊരു ഇൻകം ആയിട്ടുള്ള ഒരു കിട്ടുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണെന്ന് എനിക്ക് തോന്നിയ കാരണമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ രണ്ടിലും നിങ്ങൾ കയറുക. നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികളാണ്. അപ്പോൾ ഇനി നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.